ഇന്ത്യയുടെ അഭിമാനം ഇന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തിരമാലകളെ കീറി മുറിച്ച് മുന്നേറുകയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക പാറിച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി സ്പെയിനിന്റെ കാനറി ദ്വീപുകളിൽ നമ്മുടെ ഒരു നാവികസേന കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നു. ഇത് കേവലം ഒരു കപ്പൽ യാത്രയല്ല, മറിച്ച് കടലിലെ ഇന്ത്യയുടെ കരുത്തും നയതന്ത്ര വിജയവുമാണ്. INS സുദർശിനി എന്ന ഈ പായ് കപ്പൽ ഇന്ന് ആഗോളതലത്തിൽ ചർച്ചയാവുകയാണ്. എന്താണ് ഈ കപ്പലിന്റെ പ്രത്യേകത? എന്താണ് ലോകയാൻ 26 എന്ന ദൗത്യം? നമുക്ക് വിശദമായി നോക്കാം. നമ്മുടെ നാവികസേനയിൽ അത്യാധുനികമായ യുദ്ധക്കപ്പലുകൾ ഒരുപാടുണ്ട്. എന്നാൽ INS സുദർശിനി അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഇതൊരു പായ്ക്കപ്പലാണ്, അതായത് കാറ്റിന്റെ ഗതിക്കനുസരിച്ച് പായകൾ വിടർത്തി സഞ്ചരിക്കുന്ന കപ്പൽ. 2012 ഗോവയിലെ ഷിപ്പ്യാർഡിലാണ് ഇത് നിർമ്മിച്ചത്. ഒരു യുദ്ധക്കപ്പൽ എന്നതിലുപരി വരാനിരിക്കുന്ന നാവിക ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് അക്കാദമി അഥവാ ചലിക്കുന്ന വിദ്യാലയമാണിത്. കടലിന്റെ സ്വഭാവം അറിയാനും പ്രതികൂല സാഹചര്യങ്ങളിൽ എങ്ങനെ കപ്പൽ നിയന്ത്രിക്കണമെന്ന് പഠിക്കാനും ഇത്തരത്തിലുള്ള പായ് കപ്പലുകൾ നൽകുന്ന അനുഭവം മറ്റൊന്നിനും നൽകാനാവില്ല. ഏകദേശം 54 മീറ്റർ നീളമുള്ള ഈ മനോഹര കപ്പലിൽ വിശാലമായ പായകളും അത്യാധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളുമുണ്ട്. 2026 ജനുവരിയിൽ നമ്മുടെ കൊച്ചിയിൽ നിന്നാണ് ഈ മഹത്തായ യാത്രയ്ക്ക് തുടക്കമായത്. ലോകയാൻ 26 എന്നാണ് ഈ ദൗത്യത്തിന് പേര് നൽകിയിരിക്കുന്നത്. വസുദൈവ കുടുംബകം അഥവാ ലോകം ഒരു കുടുംബമാണെന്ന ഉത്തമമായ ഭാരതീയ സന്ദേശം ലോകമെമ്പാടും എത്തിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട സുദർശിനി ഇതിനകം തന്നെ ഒമാൻ, ഈജിപ്ത്, മാൾട്ട, ഫ്രാൻസ്, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളിലെ തുറമുഖങ്ങളിൽ സന്ദർശനം നടത്തിക്കഴിഞ്ഞു. ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ സൗഹൃദത്തിന്റെ സന്ദേശമാണ് ഈ കപ്പൽ എത്തിച്ചത്. ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായിരുന്നു സ്പെയിനിന്റെ കാനറി ദ്വീപുകളിലെ സന്ദർശനം. ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കപ്പൽ ഈ ദ്വീപുകളിൽ എത്തുന്നത്. അവിടെ ലാ പാൽമസ് തുറമുഖത്ത് സുദർശിനിക്ക് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. സ്പാനിഷ് നാവികസേനയുമായി നമ്മുടെ ഉദ്യോഗസ്ഥർ ആശയവിനിമയം നടത്തുകയും സമുദ്ര സുരക്ഷയെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും ചെയ്തു. കൂടാതെ അവിടെയുള്ള ഇന്ത്യൻ പ്രവാസികൾക്കും നാട്ടുകാർക്കും കപ്പൽ സന്ദർശിക്കാനുള്ള അവസരവും നൽകി. ഇതാ ഇന്ത്യയും സ്പെയിനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പുതിയൊരു തലത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. കാനറി ദ്വീപുകളിൽ നിന്ന് ഇനി INS സുദർശിനിയെ ലക്ഷ്യം വയ്ക്കുന്നത് അതിസാഹസികമായ ഒരു യാത്രയാണ്. അറ്റ്ലാന്റിക് സമുദ്രം പൂർണ്ണമായും മുറിച്ചു കടന്ന് കപ്പൽ അമേരിക്കയിലേക്ക് തിരിക്കും. അമേരിക്കയുടെ 250ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സെയിൽ 250 എന്ന അന്താരാഷ്ട്ര പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഈ യാത്ര. ലോകത്തിലെ ഏറ്റവും മികച്ച പായ് കപ്പലുകൾ ഒത്തുചേരുന്ന ആ വേദിയിൽ ഭാരതത്തിന്റെ സാന്നിധ്യം അറിയിക്കുക എന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. മാസങ്ങളോളം നീളുന്ന ഈ കടൽ യാത്ര കേഡറ്റുകൾക്ക് നൽകുന്ന പ്രായോഗിക പരിശീലനം വാക്കുകൾക്ക് അതീതമാണ്. എന്തിനാണ് നമ്മൾ ഇത്രയും ദൂരം ഒരു പായ്ക്കപ്പൽ അയക്കുന്നതെന്ന് ചിലർക്കെങ്കിലും തോന്നിയേക്കാം. ഇതിന് പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും കടലിനെ നേരിടാൻ മാനുഷികമായ കരുത്തും ബുദ്ധിയും വേണം. കടലിലെ കാറ്റും ഓളങ്ങളും മനസ്സിലാക്കി കപ്പൽ നയിക്കാൻ പഠിക്കുന്ന ഒരു കേഡറ്റ് പിന്നീട് വലിയ യുദ്ധക്കപ്പലുകൾ നിയന്ത്രിക്കുമ്പോൾ കൂടുതൽ കാര്യക്ഷമമുള്ളതായി മാറും. അതോടൊപ്പം തന്നെ സന്ദർശിക്കുന്ന ഓരോ രാജ്യങ്ങളിലും ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും സൈനിക അച്ചടക്കവും പ്രദർശിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. ഇന്ത്യയുടെ സമുദ്ര നയതന്ത്രത്തിന്റെ ഭാഗമാണിത്. കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച ആയിരക്കണക്കിന് മൈലുകൾ താണ്ടി അറ്റ്ലാന്റിക് കടന്ന് അമേരിക്ക വരെ നീളുന്ന ഈ യാത്ര ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെ അടയാളം തന്നെയാണ്. INS സുദർശിനി കേവലം ഒരു കപ്പലല്ല, അത് കടലിലെ ഇന്ത്യയുടെ അംബാസഡറാണ്. സുദർശിനിയിലെ ഓരോ നാവികനും നമ്മുടെ രാജ്യത്തിന്റെ യശസ് ഉയർത്താൻ കഠിനമായി പരിശ്രമിക്കുകയാണ്. ഈ ചരിത്രയാത്ര വിജയകരമായി പൂർത്തിയാക്കി നമ്മുടെ കപ്പൽ തിരികെ എത്തുമ്പോൾ അത് ഇന്ത്യൻ നാവിക ചരിത്രത്തിലെ സുവർണ അധ്യായമായി മാറും. INS സുദർശിനിയിലെ ജീവിതം ലളിതമെങ്കിലും അത്യന്തം സാഹസികമാണ്. ആധുനിക കപ്പലുകളിൽ കാണുന്ന വലിയ എഞ്ചിനുകളുടെയോ എയർ കണ്ടീഷനുകളുടെയോ സുഖസൗകര്യങ്ങളല്ല, മറിച്ച് പ്രകൃതിയോട് മല്ലിട്ട് മുന്നേറുന്ന ഒരു പോരാളിയുടെ കരുത്താണ് ഈ കപ്പലിലെ ഓരോ കേഡറ്റും ആർജിക്കുന്നത്. കപ്പലിന്റെ മുകൾ തട്ടിൽ പായകൾ കെട്ടുന്നതും കാറ്റിന്റെ ദിശ നോക്കി കപ്പൽ തിരിക്കുന്നതും ഒരു കല പോലെയാണ് ഇവർ അഭ്യസിക്കുന്നത്. രാത്രികാലങ്ങളിൽ ദിശ അറിയാൻ GPS സംവിധാനങ്ങൾക്ക് പുറമെ നക്ഷത്രങ്ങളെ നോക്കി സഞ്ചരിക്കുന്ന പുരാതന വിദ്യയും ഇവർ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇത് കേവലം ഒരു സാങ്കേതിക വിദ്യയല്ല, മറിച്ച് കടലിന്റെ സ്പന്ദനം തൊട്ടറിയുന്ന അനുഭവമാണ്. ഈ യാത്രയിലൂടെ ഇന്ത്യ ലോകത്തിന് നൽകുന്നത് സമാധാനത്തിന്റെയും സഹകരണത്തിന്റെയും സന്ദേശമാണ്. സുദർശിനി ഓരോ വിദേശ തുറമുഖത്ത് അടുക്കുമ്പോഴും അവിടെ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം കൂടിയാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത്. മാരിടൈം ഡിപ്ലോമസി അഥവാ സമുദ്ര നയതന്ത്രം എന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള ചെറിയ ചുവടുവെപ്പുകളാണിവ.
ഒരു പായ്ക്കപ്പൽ ഇത്രയും വലിയൊരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അത് ഇന്ത്യയുടെ പാരമ്പര്യത്തിന്റെയും ആധുനികതയുടെയും ഒരേപോലെ കൂട്ടിയിണക്കുകയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ വമ്പൻ തിരമാലകളെയും കാറ്റിനെയും അതിജീവിച്ച അമേരിക്കൻ തീരങ്ങളിലേക്ക് സുദർശിനി കുതിക്കുമ്പോൾ അത് ഓരോ ഇന്ത്യക്കാരന്റെയും ആത്മവിശ്വാസമാണ് അവിടെ പ്രതിഫലിക്കുന്നത്. ഭാരതീയന്റെ നാവിക ശക്തിയെ ആഗോളതലത്തിൽ ഉയർത്തി കാണിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് ഇന്ന് ഇന്ത്യൻ നാവികസേനയുടെ ഓരോ വിദേശ യാത്രകൾക്കും കരുത്തു പകരുന്നത്. ഈ മേഖലയിലെ എല്ലാവർക്കും സുരക്ഷയും വളർച്ചയും ഉറപ്പാക്കുക എന്ന ഈ നയം INS സുദർശിനിയുടെ ഓരോ സന്ദർശനത്തിലും നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമന്ത്രി എപ്പോഴും ഊന്നി പറയാനുള്ള വസുദൈവ കുടുംബകം എന്ന സന്ദേശമാണ് സുദർശിനി തന്റെ പായകളിൽ വഹിക്കുന്നത്. കേവലം ഒരു സൈനിക ശക്തി എന്നതിലുപരി ലോകത്തെ സഹായിക്കുന്ന, സമാധാനം ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്ത് രാജ്യമായി ഭാരതത്തെ മാറ്റുക എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യം. വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ സമുദ്രമാർഗങ്ങളെ ഉപയോഗിക്കുന്ന ഈ മാരിടൈം ഡിപ്ലോമസി ഇന്ന് ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ അഭിമാനകരമായ ഉദാഹരണം കൂടിയാണ് INS സുദർശിനി. ഗോവ ഷിപ്പ്യാർഡിൽ തദ്ദേശീയമായി നിർമ്മിച്ച ഈ കപ്പൽ ലോകം ചുറ്റുമ്പോൾ അത് ഭാരതത്തിന്റെ നിർമ്മാണ മികവിനെ കൂടിയാണ് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്. സ്വന്തം രാജ്യത്ത് നിർമ്മിച്ച കപ്പലുകളിൽ നമ്മുടെ നാവികർ ലോകം കീഴടക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഗ്രഹം കൂടിയാണ് ഈ യാത്രയിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. സമുദ്ര സുരക്ഷയിൽ ഭാരതത്തെ ഒരു നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡറായി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന് കരുത്ത് പകരുകയാണ് INS സുദർശിനി പോലുള്ള കപ്പലുകൾ ചെയ്യുന്ന ഓരോ ദൗത്യവും. നമ്മൾ കാണുന്ന ഈ മനോഹരമായ കാഴ്ചകൾക്ക് പിന്നിൽ കപ്പലിലെ കേഡറ്റുകളുടെ കഠിനാധ്വാനത്തിന്റെ വലിയൊരു കഥയുണ്ട്. ആധുനിക കപ്പലുകളിൽ ഒരു ബട്ടൺ അമർത്തിയാൽ നടക്കുന്ന പല കാര്യങ്ങളും സുദർശിനിയിൽ കൈകൾ കൊണ്ട് ചെയ്യേണ്ടി വരും. സുഹൃത്തുക്കളെ, INS സുദർശിനി എന്ന ഈ പായ്ക്കപ്പൽ കേവലം തടി കൊണ്ടും ഉരുക്കുകൊണ്ടും നിർമ്മിച്ച ഒരു കപ്പലല്ല, മറിച്ച് അത് 140 കോടി ഭാരതീയരുടെ ആത്മവിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രതീകമാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ലോകം ഭരിക്കുന്ന ഈ കാലഘട്ടത്തിലും എന്തിനാണ് നാം കാറ്റിന്റെ കരുത്തിൽ നീങ്ങുന്ന പായ്ക്കപ്പലുകളെ ഉപയോഗിക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനുള്ള കൃത്യമായ ഉത്തരമാണ് സുദർശിനി മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവടുവെപ്പും. കടലിനെ കീഴടക്കുകയല്ല, മറിച്ച് കടലിന്റെ താളത്തിനൊത്ത് ജീവിക്കാൻ നമ്മുടെ നാവികരെ പ്രാപ്തരാക്കുകയാണ് ഈ കപ്പൽ ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച മസ്കറ്റും സുയസ് കനാൽ കടന്ന് മെഡിറ്ററേനിയൻ കടലും പിന്നിട്ട് ഇപ്പോൾ കനാറി ദ്വീപുകളിൽ എത്തുമ്പോൾ സുദർശിനി എഴുതുന്നത് ചരിത്രമാണ്. നാളെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ തിരമാലകൾ ഉയരുമ്പോൾ അവിടെ ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാക പാറുന്നത് കാണാൻ ലോകം കാത്തിരിക്കുകയാണ്. അമേരിക്കയുടെ സ്വതന്ത്ര ദിനാഘോഷങ്ങളിൽ സുദർശിനി നങ്കൂരം ഇടുമ്പോൾ അത് ആഗോളതലത്തിൽ ഭാരതം കൈവരിച്ച സമുദ്ര ശക്തിയുടെ വിളിച്ചോതലാകും. ഇനി ഒരിക്കൽ കടൽ കടന്നു വന്നവർ നമ്മെ ഭരിച്ചിരുന്നെങ്കിൽ ഇന്ന് കടൽ കടന്നു ചെന്ന് ലോകത്തിന് സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും പാഠങ്ങൾ പകർന്നു നൽകാൻ ഭാരതത്തിന് സാധിക്കുന്നു. വസുദൈവ കുടുംബകം എന്ന ലക്ഷ്യത്തോടെ യാത്ര തുടരുന്ന INS സുദർശിനിയിലെ ഓരോ നാവികരും നമ്മുടെ അഭിമാനമാണ്. അവരുടെ ധൈര്യവും കഠിനാധ്വാനവും വരും തലമുറയിലെ ഓരോ യുവാവിനും പ്രചോദനമാകും എന്നതിൽ സംശയമില്ല. ഈ യാത്രയുടെ ഓരോ ഘട്ടവും നാം ഓരോ ഇന്ത്യക്കാരനോടും ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടതാണ്. അറ്റ്ലാന്റിക്കിന്റെ മറുകരയിൽ സുദർശിനി എത്തുന്ന ആ നിമിഷത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഭാരതത്തിന്റെ ഈ വിജയഗാഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് പുതിയൊരു തുടക്കം മാത്രമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഭാരതത്തിന്റെ ഈ സമുദ്ര നേട്ടത്തെക്കുറിച്ച് നിങ്ങൾക്കും അഭിമാനം തോന്നുന്നുണ്ടെങ്കിൽ അത് കമന്റുകളിലൂടെ അറിയിക്കുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.